ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 12/8/2024 രാവിലെ 9 മണിക്കാണ്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് സെമിനാർ ഹാൾ, ഇന്ദ്രനീലം കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണുത്തിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ഇൻസെമിനേറ്റർ കം ഡാറ്റ റെക്കോർഡർ പോസ്റ്റാണ്. 8 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അനിമൽ ഹസ്ബൻഡറി റിലേറ്റഡ് ആയിട്ടുള്ള VHSC ഉണ്ടായിരിക്കണം. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് പ്രഗ്നൻസി ഡയഗ്നോസിസിന് കാറ്റഗറിയിലുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 25,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് യങ് പ്രൊഫഷണൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരൊഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനും 60% മാർക്കിൽ കുറയാതെയുള്ള PGDCAയും ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷനായി ഹാൻഡ്ലിംഗ് ആനിമൽ ബ്രീഡിംഗ് ഡാറ്റ നിങ്ങൾ സോഫ്റ്റ്വെയറിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ICAR നോംസ് അനുസരിച്ചിട്ടുള്ള സാലറി ലഭിക്കുന്നതാണ്. അടുത്തത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 12ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷനായി സമാന മേഖലയിലുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 25,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ 2 വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിനൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൂടി ആപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്ത് ഇൻ്റർവ്യൂ സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. കൂടാതെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. 10 ആപ്ലിക്കൻസിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു പ്രിലിമിനറി റിട്ടേൺ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി, അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻ്റർസെപ്റ്റർ ഓർ റെസ്ക്യൂ ബോട്ടിലേക്ക് ബോട്ട് ഡ്രൈവറെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 700 രൂപയാണ് ദിവസവേതനം ലഭിക്കുക. അപേക്ഷകർക്ക് 7ാം ക്ലാസ്സും കേരള സ്റ്റേറ്റ് പോർട്ട് ഹാർബർ റൂൾ 1970 പ്രകാരമുള്ള ബോട്ട് ഡ്രൈവർ ലൈസൻസ് അല്ലെങ്കിൽ MMD ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രായം 18 മുതൽ 35 വയസ്സ് വരെയാണ്. 2 കണ്ണിനും പരിപൂർണ്ണ കാഴ്ച ഉണ്ടായിരിക്കണം. നീന്തൽ പരിചയവും ഉണ്ടായിരിക്കണം. അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഓഗസ്റ്റ് 5-നകം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. അടുത്തത് കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് കേണൽ GV രാജ മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കാൻ പോകുന്ന ലബോറട്ടറിയിലേക്ക് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് VHSC MLT അല്ലെങ്കിൽ +2 സയൻസ്, തത്തുല്യ യോഗ്യത, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ GV രാജ കുടുംബാരോഗ്യ കേന്ദ്രം, പനച്ചിപ്പാറ, പൂഞ്ഞാർ PO 686581 എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 2 വൈകിട്ട് 4 മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. അഭിമുഖത്തിൻ്റെ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അടുത്തത് ഇടുക്കി ജില്ലയിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിൽക്കടവിൽ പ്രവർത്തിക്കുന്ന OP ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഓഫീസർ, അലോപ്പതി, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, അറ്റൻഡർ തസ്തികകളിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. PSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, മറ്റ് യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഓഗസ്റ്റ് 2 വൈകിട്ട് 4 മണിക്ക് മുമ്പായി അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ്. വിലാസം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ്, 2ാം നില, പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, അടിമാലി 685551. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.